മോദിക്ക് പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ല. രാജ്യം മോദിക്കെതിരെ ആഞ്ഞടിക്കുകയാണ്. ഗത്യന്തരമില്ലാതെ മോദി കസേര വിടാൻ ഒരുങ്ങുന്നു എന്ന വാർത്തയാണ് രാജ്യത്ത് ചൂടുപിടിക്കുന്നത്. കഴിഞ്ഞ 11 വർഷമായി രാജ്യത്ത് നടമാടിയ കിരാത ഭരണത്തിനാണ് ഇതോടെ തിരശ്ശീല വീഴുന്നത്. രാഹുൽ ഗാന്ധി നയിക്കുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ മുന്നേറ്റം മോദിയെ തെല്ലൊന്നുമല്ല അലോസരപ്പെടുത്തുന്നത്. മോദി ഭരണത്തിന് അവസാനം കുറിക്കാൻ മുന്നിട്ടിറങ്ങിയ രാഹുലിന്റെ ചടുലമായ നീക്കങ്ങളാണ് ഇപ്പോൾ ജനം ഏറ്റെടുത്തിരിക്കുന്നത്. ഭാരത് ജോഡോ യാത്ര പോലെ തന്നെ ബീഹാർ തെരുവോരങ്ങളിലൂടെ ഗ്രാമാന്തരങ്ങളിൽ സാധാരണ വോട്ടർമാരെ നേരിൽ കണ്ടുകൊണ്ട് നിങ്ങൾ എങ്ങനെ ചതിക്കപ്പെടുന്നു, മോദി നിങ്ങളെ എങ്ങനെ വഞ്ചിക്കുന്നു എന്ന് വ്യക്തമാക്കിക്കൊണ്ട് കടന്നു പോകുമ്പോൾ ആ യാത്രയിൽ അണിനിരക്കുന്ന ജനബാഹുല്യം രാജ്യത്തെ ഞെട്ടിക്കുന്നതായിരുന്നു. അടുത്തു തന്നെ ബീഹാറിൽ നടക്കാനിരിക്കുന്ന തിരഞ്ഞെടുപ്പിൽ സകലതും കൈവിട്ടു പോകുന്ന അവസ്ഥയാണ് മോദിക്ക് കാണേണ്ടി വരുന്നത്. രാഹുൽ ഗാന്ധിക്ക് ബീഹാറിൽ മാത്രം ലഭിക്കുന്ന ഈ ജനപിന്തുണ രാജ്യത്താകമാനമാകുമ്പോൾ അക്ഷരാർത്ഥത്തിൽ മോദി തകർന്ന് തരിപ്പണമാകും എന്നതിൽ യാതൊരു തർക്കവുമില്ല. മോദി അമിത്ഷാ സന്ദർശനത്തിൽ പണമൊഴുക്കി ലോഡ് കണക്കിന് ആളുകളെ ഇറക്കി കാണിക്കുന്ന ഗിമ്മിക്കുകളല്ല ഇത്. സ്വാഭാവികമായി ഓടിയെത്തുന്ന ജനക്കൂട്ടമാണ്. രാഹുൽ ഗാന്ധി വിളിച്ചു പറയുന്നതിൽ കാര്യമുണ്ട് എന്ന് തിരിച്ചറിഞ്ഞ ജനക്കൂട്ടം. ഇക്കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധിക്കെതിരെ BJP ഒരു പുതിയ കഥ പൊക്കിക്കൊണ്ടുവന്നു. അതും 8 നിലയിൽ പൊട്ടുന്ന കാഴ്ചയാണ് കണ്ടത്. മഹാരാഷ്ട്രയിൽ CSDSന്റെ വക്താവ് വോട്ട് കണക്കെടുപ്പിൽ അയാൾക്ക് എന്തോ തെറ്റുപറ്റിയെന്ന് അവർ വെളിപ്പെടുത്തി. അവരെയാണ് രാഹുൽ ഗാന്ധി ആശ്രയിച്ചത് എന്ന് പറഞ്ഞുകൊണ്ട് BJP രംഗത്ത് വരികയായിരുന്നു. വയനാട്ടിൽ അനുരാഗ് ഠാക്കൂർ മൈമൂന കഥയുമായി വന്നതുപോലെ. എന്നാൽ അതൊന്നും ഇന്ത്യൻ ജനതയെ ബാധിച്ചിട്ടേയില്ല. മഹാരാഷ്ട്ര വോട്ട് കൊള്ളയെക്കുറിച്ച് രാഹുൽ ഗാന്ധി വളരെ കുറച്ച് മാത്രമേ സംസാരിച്ചിട്ടുള്ളൂ. പക്ഷേ ബീഹാറിൽ ഉൾപ്പെടെ രാജ്യത്ത് പല സംസ്ഥാനങ്ങളിലും രാഹുൽ ഗാന്ധി ഉയർത്തിയ ചോദ്യങ്ങൾക്ക് മോദിക്ക് മറുപടി ഉണ്ടായിരുന്നില്ല. കർണാടകയിലെ മഹാദേവപുരിയിലെ ക്രമക്കേടുകൾക്ക് മറുപടിയില്ല. ഈ ആരോപണങ്ങളെ പ്രതിരോധിക്കാൻ മോദിയും സംഘവും രാഹുലിനെതിരെ BJP കൊണ്ടുവരുന്ന എല്ലാ ആരോപണങ്ങളും തകർന്നടിയുകയാണ്. അതിനിടയിലാണ് ബീഹാറിന്റെ മൺതരികളെ പോലും പ്രകമ്പനം കൊള്ളിച്ചുകൊണ്ട് വോട്ട് കള്ളൻ കസേര വിടുക എന്ന് അലറി വിളിച്ചുകൊണ്ട് ജനം ആർത്തിരമ്പുന്നത്. 400 സീറ്റ് നേടി ഒറ്റയ്ക്ക് അധികാരത്തിൽ വരുമെന്ന് അഹങ്കരിച്ച BJPയുടെ ചെന്നിക്ക് പ്രഹരിക്കുന്ന വിധത്തിലാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാഹുലിന്റെ നേതൃത്വത്തിൽ ഇന്ത്യ മുന്നണി BJPയെ ചവിട്ടി താഴെയിട്ടത്. ഈ പരാജയമടക്കം മോദി ഇന്ത്യയിൽ നടപ്പിലാക്കി ഇന്ത്യയിൽ വാഴുന്ന മോദിയെ അവരോധിച്ച RSS തന്നെ മോദിയെ അധികാരത്തിൽ നിന്നും തിരിച്ചു വിളിക്കുന്നതിന് കാരണമായി. രാഹുലിന്റെ നേതൃത്വത്തിൽ ആഞ്ഞു വീശുന്ന ഈ കൊടുങ്കാറ്റിൽ കടപുഴകുന്ന മോദിയുടെ പ്രഭാവം RSSനെ തെല്ലൊന്നുമല്ല ആശങ്കാകുലരാക്കുന്നത്. മോഹൻ ഭഗത് എന്ന RSS തലവൻ അതിന് അടിവരയിടുകയും ചെയ്തു. തന്റെ ജന്മസ്ഥലമായ ഗുജറാത്ത് പോലും മോദിയെ കൈവിട്ടു എന്ന് പറയുമ്പോൾ മോദിയുടെ പതനം എത്ര എന്ന് നമുക്ക് ഊഹിക്കാം. ഡിജിറ്റൽ രാജ്യമായി ഇന്ത്യയെ ഉയർത്തിയെന്ന് അവകാശപ്പെടുന്ന മോദിയുടെ ഗുജറാത്തിൽ 111 പഞ്ചായത്ത് ഓഫീസുകളിൽ ഇന്റർനെറ്റ് സംവിധാനം പോലും ഇല്ലാത്ത കാഴ്ചയാണ്. രാജ്യത്തെ ഉൾഗ്രാമങ്ങളിൽ അർദ്ധപട്ടിണിയിലും വീടില്ലാതെയും നരകജീവിതം നയിക്കുന്ന ജനതയ്ക്ക് മേലാണ് ഡിജിറ്റൽ ഇന്ത്യയെ പ്രഖ്യാപിച്ച് മോദി ഇന്ത്യയെ വഞ്ചിക്കുന്നത്. BJPക്ക് ഘടകകക്ഷികൾ എന്ന ഊന്നുവടികൾ ഇല്ലായിരുന്നുവെങ്കിൽ പണ്ടേ BJP അധികാരത്തിൽ നിന്നും നിബന്ധിച്ചേനെ. രാജ്യം ഇന്ന് മോദിയുടെ പുറംപൂച്ച് തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. കുട്ടികളെ ചേർത്ത് നിർത്തി, യുവതി യുവാക്കളെ ചേർത്ത് നിർത്തി, സ്ത്രീകളെ ചേർത്ത് നിർത്തി, വൃദ്ധരെ ചേർത്ത് നിർത്തി, കർഷകരെ ചേർത്ത് നിർത്തി, സാധാരണക്കാരായ ജനങ്ങളെ ആലിംഗനം ചെയ്തുകൊണ്ട് രാഹുൽ ഗാന്ധി തന്റെ ഓരോ പ്രസംഗത്തിലും ഭരണഘടന ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഇന്ത്യയുടെ ആത്മാവിനെ വീണ്ടെടുക്കാൻ കയ്യും മെയ്യും മറന്ന് നേരിടുന്ന ഭീഷണികളെ തൃണവൽക്കരിച്ചുകൊണ്ട് ജനാധിപത്യത്തെ പൊതിഞ്ഞു പിടിച്ച് രാജ്യത്ത് ആഞ്ഞടിക്കുമ്പോൾ സത്യത്തിൽ മോദി പേടിച്ചോടുകയല്ലാതെ മറ്റെന്താണ് മാർഗം? താൻ അജയനാണ് എന്ന് അഹങ്കരിച്ചുകൊണ്ട് കള്ളങ്ങൾ മാത്രം കാട്ടി അധികാരത്തിൽ കടിച്ചു തൂങ്ങിയ മോദിയെ വാരിയെടുത്ത് കളയാൻ രാഹുൽ ഗാന്ധി പ്രാപ്തനായി കഴിഞ്ഞു. ആ നിർഭയനായ മനുഷ്യന്റെ പിന്നിൽ രാജ്യം ഒരു മഹാമേരുവായി തലയുയർത്തുകയാണ്. മോദിക്കിനി പോകാം. തലയും കുമ്പിട്ട് ചരിത്രത്തിലില്ലാത്ത നാണക്കേടുമായി ഹിമാലയ സാനുക്കളിലേക്ക് കാഷായം ധരിച്ച് കപടതയുള്ള മറ്റൊരു
അവധൂതനായി. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ ചാനൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ സബ്സ്ക്രൈബ് ബട്ടണിലെ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത്.